ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് തൃശ്ശൂർ പൂരമാണല്ലേ? ഹാപ്പി തൃശ്ശൂർ പൂരം. ഞാനിവിടെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ പൂരം. നമ്മുടെയൊക്കെ ഫേവറേറ്റ് അല്ലേ അല്ലേ? പക്ഷേ അവിടെ ഞാൻ തൃശ്ശൂരാണ്, എൻ്റെ ചേലക്കരയാണ് വീട്. പക്ഷേ തൃശ്ശൂരിൽ നമ്മളങ്ങനെ പൂരത്തിനൊന്നും പോകാറില്ല. പക്ഷേ പൂരത്തിൻ്റെ അടുത്തായിട്ട് നമ്മളിങ്ങനെ മേലെ ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും അതെ എക്സിബിഷൻ കാണാൻ പോകാറുണ്ട് അമ്മയുടെ ഒപ്പം, അല്ലെങ്കിൽ പണ്ടൊക്കെ കൂട്ടുകാരുടെ ഒപ്പം അങ്ങനെയൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇന്ന് സൺഡേ ആണ്, കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ലെറ്റേഴ്സ് നമുക്കൊരു കടായി ചിക്കൻ എന്ന് പറയട്ടോ. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ഫേമസ് ആണ് കടായി ചിക്കൻ. നല്ലതാട്ടോ അത് നമ്മൾ കടായിലാണ് ഉണ്ടാക്കുന്നത്. അത് കുറച്ച് നേരം പിടിക്കും, കുറച്ച് പ്രോസസ്സ് ഉണ്ട് അതിൽ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. പൊറോട്ടയുടെ ഒപ്പം, പിന്നെ റൊട്ടിയുടെ ഒപ്പം, ചോറിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അത് കേടും വരില്ല. 2 ദിവസം നമ്മൾ വെച്ചിരുന്നാലും ഇതിൽ നാളികേരമൊന്നും നമ്മൾ ചേർക്കണില്ല. വെറും ഉള്ളി, പച്ചമുളക്, തക്കാളി, ലസൺ, എന്താ പറയുക, ഗാർലിക്കും പിന്നെ ജിഞ്ചറും, അത്രയേ ഉള്ളൂ ചേരുവകൾ. പിന്നെ കുറച്ച് നമ്മൾ ഷിംല മിർച്ച് ഇടും ലാസ്റ്റിൽ, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. നല്ലതാണ് കേട്ടോ. എന്നാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് കടായി ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന്. വരൂ. പ്ലീസ് ഒരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരോടും, നിങ്ങൾ അറിയുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതുവരെ 126, 227 ഞാൻ നിൽക്കുന്നത്. കുറച്ച് സബ്സ്ക്രിപ്ഷൻ തന്നാൽ നമ്മളിങ്ങനെ ഞാൻ എങ്ങനെ ഡൽഹിയിൽ വന്നു, എൻ്റെ ജീവിതകഥ, ഇതെല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഡൽഹിയിൽ എന്തെങ്കിലും പ്രത്യേക സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയും. ഇപ്പോൾ ഭയങ്കര ചൂടാട്ടോ ഇവിടെ. അവിടെ ചൂടുണ്ടോ? ഇവിടെ ഭയങ്കര ചൂടാ, പുറത്തേക്ക് ഇറങ്ങാനേ വയ്യ, അത്രയ്ക്ക് ചൂടാണ്. അവിടെയും ചൂടാണ് അല്ലേ? ശരി, എന്നാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ. നമ്മളിത് ഇന്ന് കടായി ചിക്കൻ ഉണ്ടാക്കുന്നത് ബോൺലെസ് ചിക്കൻ കൊണ്ടാണ് കേട്ടോ. ബോൺലെസ് ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ പിള്ളേർക്ക് ബോൺലെസ് ആണ് ഇഷ്ടം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മറ്റേ ചിക്കനാണ് നല്ലത്. ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ആദ്യം ഇതിനെ കുറച്ച് മെറിനേറ്റ് ചെയ്ത് വെക്കാം. അധികം നേരമൊന്നും വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്തുതന്നെ ഇരുന്നാലും മതി. അതിൽ മെറിനേറ്റ് ചെയ്യാം ആദ്യം. ഇതിപ്പോൾ നമ്മുടെ ഒരു 750 ഗ്രാം ചിക്കനാണ് കേട്ടോ. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ഇടാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. ഇതിനൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്യാണ് വേണ്ടത്. നന്നായിട്ട് ഫ്രൈ ചെയ്യണം, അപ്പോഴാണ് അത് നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് മറ്റുള്ള ചേരുവകൾ ഫിക്സ് ചെയ്യാം. അപ്പോഴേക്കും ഉണ്ടാക്കാം മറ്റുള്ള ചേരുവകൾ. അപ്പോൾ അതിൽ നല്ലോണം ഇത് പുരട്ടി വരും. അതാണ്. ഇതിൽ വേണമെച്ചാൽ കുറച്ച് കശ്മീരി മുളക് പൊടി ഇടാം കേട്ടോ. പിന്നെ തൈര് ചേർക്കാറുണ്ട് ഞാൻ എപ്പോഴും ചിക്കന്. പക്ഷേ ഇപ്പോൾ ചേർക്കണ്ട. അത് നമുക്ക് മസാല പാകമായിട്ട് വരുമ്പോൾ അപ്പോൾ ചേർത്താൽ മതി. ഓക്കെ. ഇതിനെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്ക് മെറിനേറ്റ് ചെയ്യാം. കുറച്ച് ഈ മസാല ഒന്ന് വറുത്തെടുക്കാം. ഒരു 2 ലോങ്ങും പിന്നെ 2 ഏലക്ക, കുറച്ച് നമുക്ക് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് നമുക്ക് മല്ലിപ്പൊടിയും കൂടി വേണം, മല്ലിയുടെ ഇത്. നമുക്കതൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് ഇതാക്കിയെടുക്കാം. പിന്നെ നമ്മളിതിൽ എന്താ പറയുക, ബേ ലീവ്സ് ഇടും. അത് പക്ഷെ ഇപ്പോൾ ഇടുന്നില്ല. നമുക്കത് പിന്നെ അതെടുത്ത് കളയാമല്ലോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഈ കടായി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനത്തെ ചട്ടുകാണ് നല്ലത് കേട്ടോ. അതെന്താ അറിയോ, ഈ ചട്ടുകാവുമ്പോൾ ആ ചിക്കനൊന്നും പൊടിയില്ല. അതാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക്
എണ്ണ ഒഴിക്കാം. കുറച്ച് നല്ലോണം എണ്ണ ഒഴിക്കേണ്ടി വരും. എന്താ വെച്ചാൽ നമുക്കത് ചിക്കനും കൂടി ഒന്ന് വറക്കണം. അധികമായി എണ്ണ. ഞാനിപ്പോൾ ഇവിടെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ഈ ഉപയോഗിക്കുന്നത്. ഒന്ന് ചൂടായി. സവാള ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ഒന്നിതിൻ്റെ ആ നിറം ഒന്ന് പോകണ വരെ, അതായത് അല്ലെങ്കിൽ മധുരിക്കും കറിയെ. അതുകൊണ്ട് ഇതൊന്ന് വറുത്തെടുത്തിട്ട് വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇടുന്നുണ്ട്. ഒരു 2-3 കൂടി ഇടാമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ അമ്മ എപ്പോഴും പറയും ഈ ചൂടുകാലത്ത് അധികം വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല. കുഴപ്പമില്ല, ഇടുന്നത് കുഴപ്പമില്ല. കുഴക്കുക മതി. ഓക്കെ, നമുക്കിതിൽ അരക്കാം. തക്കാളിയും സവാളയൊക്കെ ഒന്ന് തണുത്താലേ നമുക്കത് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്നാവും ഇത്. നമ്മുടെ ചിക്കൻ ഒരു 50% ആയിട്ടോ. ഇത് നമ്മുടെ ആ വെള്ളം, നമ്മുടെ ചിക്കനിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അത് വറ്റിക്കണം, അത്രയേ ഉള്ളൂ. ഈ സമയത്ത് വേണിച്ചാൽ ഇടാം. കുറച്ചും കൂടി ഇതൊന്ന് ഫ്രൈഡായി കിട്ടിയാലേ അപ്പോൾ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 2-3 മിനിറ്റും കൂടി മതി. ഞാനിതിപ്പോൾ മീഡിയമിലാണ് വെച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ ഒന്ന് വേവും ചെയ്യുമല്ലോ ചിക്കൻ, അതുകൊണ്ട്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കടായി ചിക്കൻ, ബട്ടർ ചിക്കൻ, ഇതൊക്കെയാണ് ഇവിടുത്തെ അഫ്ഗാനി ചിക്കൻ എന്തൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ കടായി ചിക്കനാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന കുക്കർ ചിക്കനാണ് ഇത്. പക്ഷേ ഭയങ്കര ടേസ്റ്റാട്ടോ. റൊട്ടിയുടെ ഒപ്പം ഒക്കെ ഇവിടെ നാൻ കിട്ടുമല്ലോ, അതിൻ്റെ ഒപ്പം പിന്നെ പൊറോട്ട, എല്ലാത്തിൻ്റെ ഒപ്പം നല്ലതാണ്. ഇങ്ങനത്തെ ദോശയുടെ നമ്മുടെ തവിയില്ലേ, ഇതുകൊണ്ട് ഇങ്ങനെ ഇളക്കുകയാണെങ്കിൽ ചിക്കനൊന്നും പൊടിയാണ്ട് വരും. അപ്പോൾ അതൊക്കെ ഒരിതിൽ കണ്ടത് ടിപ്സാണ് കേട്ടോ. ഇതൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് എണ്ണയേ ഉള്ളൂ. ഞാനൊക്കെ ഈ എണ്ണ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. കുറച്ച് എണ്ണ ഞാൻ എടുത്തിട്ടോ ഇതിന്. ഇത്ര എണ്ണ നമ്മൾ എടുത്തു കേട്ടോ. എന്താ വെച്ചാൽ അധികം എണ്ണ നമുക്ക് പറ്റില്ല, അതാണ് അതിൻ്റെ കാരണം. പിന്നെ പറയാം. എന്തായാലും നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്ത് വന്നു. ഇനി നമ്മൾ ആ ടൊമാറ്റോയും അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നില്ലേ, പേസ്റ്റ് ആക്കിയത്, നോക്കൂ, നല്ല രസമുള്ള കളറല്ലേ അല്ലേ. ഇതിനിപ്പോൾ ഇതിലേക്ക് ഇടാം.
ഇതിന് നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. കുറച്ച് എണ്ണ ഇങ്ങനെ വേറെ ആകുമ്പോഴേക്കും നമുക്കതിൽ എന്താ പറയുക, കുറച്ച് വേണമെങ്കിൽ തൈര് ഉപയോഗിക്കാം. ഞങ്ങളിപ്പോൾ കുറച്ചധികം ടൊമാറ്റോ യൂസ് ചെയ്യും. എന്താ വെച്ചാൽ ഇവിടെ പിള്ളേർക്കും ഇവർക്കൊക്കെ പുളി വേണം കുറച്ച്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അധികം ടൊമാറ്റോ യൂസ് ചെയ്യണമെങ്കിൽ 2 എണ്ണം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ പൊടി ഉണ്ടല്ലോ, നമ്മുടെ പെരിഞ്ജീരകം, ജീരകം, പിന്നെ ഇതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി, പിന്നെ അതെല്ലാം ഇട്ടത് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇടാം. നല്ല മണമാണ് കേട്ടോ ഇതിന്. എന്താ പറയുക, നമ്മൾ വായൽ ചിലവരൊക്കെ ഇതിങ്ങനെ എന്താ പറയുക പൊടിക്കാതെ ഇടും. പക്ഷെ പിള്ളേർക്കൊക്കെ വായിൽ വന്ന് അവർക്കത് ഇഷ്ടമല്ല. അപ്പോൾ അത് എടുത്ത് കളയും. അതിലും ഭേദം ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആവുമല്ലോ. അപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ഓറഞ്ച് കളറായിട്ട് തോന്നുന്നു അല്ലേ? റെഡ് കളർ തന്നെയാണല്ലേ? കുറച്ച് നമുക്ക് കശ്മീരി മുളക് പൊടിയും കൂടി ഇടാം. ആദ്യം എടുത്ത വീഡിയോ അത് ഞാൻ ആ ട്രൈപോഡ് മുകളിൽ വെച്ചിട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മുടെ കടായി കാണാനുള്ളൂ. സോറി കേട്ടോ, എനിക്കതിപ്പോൾ ആദ്യമൊക്കെ ആയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തെറ്റുകുറ്റങ്ങൾ മാപ്പ് ക്ഷമിക്കണം എല്ലാവരും. ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് നമ്മുടെ ജാറിലത്തെ വെള്ളം ഉണ്ടല്ലോ. ഓ വെരി ടേസ്റ്റി. നമുക്ക് നമ്മൾ ഇത്ര അധികം അപ്പോൾ നിങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടോ എണ്ണ നമ്മൾ കുറേ ഒഴിച്ചു എന്ന്. പക്ഷെ ആ എണ്ണ മുഴുവൻ ഞാൻ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതിൽ എണ്ണ എന്ന് പറയുന്ന അത്രയ്ക്കില്ല. ഓക്കെ, അപ്പോൾ നോക്കൂ ആ എണ്ണ ഇങ്ങനെ വരണ്ട്. അപ്പോൾ ഇനി നമുക്കിതിന് കുറച്ച് നേരം എന്താ ഇനിയിപ്പോൾ അതിന് 50% അല്ലേ ചിക്കൻ വെന്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ അടച്ച് വെച്ച് ചെയ്യണം. കുറച്ച് നമുക്ക് കശ്മീരി മുളക് പൊടി ഇടാം. അത് കുറച്ച് മതി കേട്ടോ. അതിൻ്റെ ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രം. നമ്മളധികം കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. പണ്ടൊന്നും ഞങ്ങൾ മുളക് പൊടി ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ പിള്ളേർക്ക് എന്താ പറയുക നിറം പോരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അധികം ഈ ടൊമാറ്റോ ഉപയോഗിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ കറികൾക്ക് നിറം കൊടുക്കുന്നത് ടൊമാറ്റോയാണ്. ഇവിടെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ഹിന്ദിക്കാരും ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ സ്വതവേ ഒരു കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ് എല്ലാവരും, ഹസ്ബൻഡൊക്കെ. അപ്പോൾ അമ്മായിയമ്മയാണെങ്കിൽ അവരൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കുറച്ച് ഈ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നമുക്കിങ്ങനെ കുറച്ചൊരു ഇതുണ്ടെങ്കിൽ, വെള്ളം ഉണ്ടെങ്കിലേ നമുക്കത് ചോറിന് പറ്റില്ല, ചോറിന് പറ്റുകയൊക്കെ ചെയ്യും. ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം നമുക്ക്. നമുക്കിത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചപ്പാത്തിക്കാണ് കേട്ടോ. ചപ്പാത്തി അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊറോട്ട എന്ന് പറയില്ലേ, സിമ്പിൾ പൊറോട്ട, അതിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മലബാർ പൊറോട്ട, അതിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. നമുക്ക് എന്ത് രസമല്ലേ കളറ്. ഇനി അതൊരു 10 മിനിറ്റ് വേവട്ടെ. നമുക്കിതിൽ നമ്മൾ പച്ചമുളക് ഇട്ടില്ല. ഇപ്പോൾ 2 പച്ചമുളക് ഇടാം. നമ്മൾ പച്ചമുളക് അരച്ച് തേക്കാതെ ചിലപ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടേ ഇങ്ങനെ ആയിട്ടിട്ടാൽ അതിൻ്റെ ആ രസം അതിന് കിട്ടുകയും ചെയ്യും. പിന്നെ പച്ചമുളക് എടുത്ത് നമ്മുടെ വായിൽ വരില്ല. ഇവിടെ എല്ലാവർക്കും പച്ചമുളക് ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇപ്പം തന്നെ ഇത് മാതിരിയായില്ലേ, വെന്ത മാതിരിയായി. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കും.
ഇപ്പോൾ ഇത് ഒരു ഷിംല മിർച്ചിൻ്റെ ഒരു ഇങ്ങനെ കുറച്ച് വലുതായിട്ട് നുറുക്കിയെടുത്ത ഇതും കൂടി ഇതിലിടണം. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കടായി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അതിൽ നമ്മൾ കടായി ചിക്കൻ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ്. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ നോക്കി എണ്ണയൊക്കെ അതൊന്ന് നന്നായിട്ട് പുറത്തേക്ക് വന്നു അല്ലേ, ഇത് പകുതിയോളം ആയിട്ടോ. അപ്പോൾ ഈ ഒരു ലാസ്റ്റിലാണ് നമുക്ക് ആ ഇതിടേണ്ടത്, ഷിംല മിർച്ചും അതും കൂടിയിട്ട്. ഇതൊക്കെ നമുക്കിവിടെ ഈ ചെറിയ കടായിൽ നമ്മൾ ആദ്യം എടുത്തുല്ലോ കുറച്ച് എണ്ണ, അത് തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാം. ആദ്യം നമ്മളിതിൽ ഉള്ളി ഒന്ന് ഇടാം. ഒന്ന് പതുക്കെ ഒരു അതിൻ്റെ ഒരു നിറം അധികം മാറില്ല, ചെറുതായിട്ട് പച്ചയാണെങ്കിലും കുഴപ്പമില്ല. ഇതിലായിട്ടിടുക. ഇതാണ് കടായി ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നല്ല ഇതാണ് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല്. ഇത് പെട്ടെന്നായി, എന്താ വെച്ചാൽ ഇതല്ലേ ചൂടല്ലേ, അതുകൊണ്ടപ്പോൾ എല്ലാം പെട്ടെന്നാവും. ഒന്ന് ഉള്ളി മണത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ആ ഷിംല മിർച്ചും കൂടി ഇടാം. വെറുതെ ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി കേട്ടോ. ഷിംല മിർച്ചൊക്കെ നമ്മൾ എന്താ പറയുക, പച്ചയ്ക്കും കൂടി കഴിക്കാവുന്നതാണ്, അതിനധികം സമയം വേണ്ട. അപ്പം നോക്കൂ, ഇതിലും ഒരുപാട് എണ്ണ ബാക്കിയുണ്ട്. എന്തിനെങ്കിലും നമുക്ക് ഇതും ഇത്ര ആയാൽ മതി കേട്ടോ. ഇതൊന്ന് വേവട്ടെ, പാകമായി കഴിഞ്ഞാൽ അത് ഇതിലിടുക, അത്രയേ ഉള്ളൂ. വേണച്ചാൽ കുറച്ച് ബട്ടർ ചേർക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കടായി ചിക്കൻ തയ്യാറായിട്ടോ. ഷിംല മിർച്ച് പിന്നെ ഉള്ളിയൊക്കെ ഇട്ടത് ഉണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് പൊറോട്ടയ്ക്കും പിന്നെ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെയാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ചിതും കൂടി ഇതിൽ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ വേണിച്ചാൽ ഒരു അര ഗ്ലാസിൻ്റെയും കൂടി അതിലും കൂടി കുറവായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും. ഓക്കെ, ചോറിനൊക്കെ കഴിക്കാൻ പാകത്തിന്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലോണം തിളച്ചു നന്നായി. നമുക്ക് ഇത് കുറച്ച് ഞാൻ ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നു. കുറച്ച് നമുക്ക് വേണമെച്ചാൽ ഇതിൽ കേടിടാം. നമ്മളിത് തിളച്ച് വരുമ്പോഴേ അപ്പോൾ കേടിട്ടാൽ കുറച്ചും കൂടി അതിനൊരു നല്ലൊരു ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ റെഡി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കടായി ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്കൊരു കുറച്ചെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ നല്ലതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി തൃശ്ശൂർ പൂരം ആശംസകൾ. Okay, take care. Bye.